നമസ്കാരം. സകലമാന കേരളത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ക്ലാസ് മുറിയിൽ സീറ്റ് മാറിയിരുന്നതിന് വിദ്യാർത്ഥിക്ക് അധ്യാപകന്റെ ക്രൂരമർദ്ദനം. സംഭവം കൊട്ടാരക്കര പവിത്രേശ്വരം സ്കൂളിൽ. വിദ്യാർത്ഥിയെ മർദ്ദിക്കുകയും കഴുത്ത് ഞെരിക്കുകയും ചെയ്തുവെന്ന് മാതാപിതാക്കൾ. അധ്യാപകൻ പ്രമോദ് ഒളിവിൽ. കോഴിക്കോട് ചാത്തമംഗലത്ത് വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. ചടയമംഗലത്ത് കാറും ടൂറിസ്റ്റ് ബസും കൂട്ടിയിടിച്ച് 2 മരണം. പട്ടാമ്പി പുലാമന്തോളിൽ നിയന്ത്രണം വിട്ട ലോറി മറിഞ്ഞ് അപകടം. ആലുവയിൽ കാറിനുള്ളിൽ യുവാവ് മരിച്ച നിലയിൽ. ഡ്രൈവറായ ജോഷി മരിച്ചത് കാർ നിർത്തിയിട്ട് ഉറങ്ങിയപ്പോൾ. മുളന്തുരുത്തിയിൽ മർദ്ദനമേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. ഹനീഫയെ മർദ്ദിച്ചത് പാർക്കിങ്ങിനെ ചൊല്ലി. നിലമ്പൂരിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ ആദിവാസി യുവാവിന് ദാരുണാന്ത്യം. ഒപ്പമുണ്ടായിരുന്ന 5 വയസ്സുകാരൻ രക്ഷപ്പെട്ടത് അത്ഭുതകരമായി. ഇടുക്കി പൂപ്പാറയിൽ കാട്ടാനക്കൂട്ടത്തെ കണ്ട് ഭയന്നോടിയ വയോധികന് വീണ് പരിക്ക്. തൊടിപുഴ മുള്ളരിങ്ങാട്ട് കാട്ടാന ശല്യത്തിന് പരിഹാരം തേടി ജനകീയ യോഗം. KSRTC ബസ് അപകടത്തിൽ മരിച്ചവരുടെ ആശ്രിതർക്ക് ധനസഹായം കൈമാറി. 10 ലക്ഷം രൂപയുടെ ചെക്ക് നൽകിയത് ഗതാഗത മന്ത്രി വീട്ടിലെത്തി. മൂന്നാറിൽ മാലിന്യം വലിച്ചെറിഞ്ഞാൽ ഇനി പിടിവീഴും. നിരീക്ഷിക്കാൻ 3-man ആർമി സംവിധാനം. ബൈക്കിൽ ചുറ്റുന്ന 3-അംഗ സംഘത്തെ നിയോഗിച്ച് ഗ്രാമപഞ്ചായത്ത്. വാർത്തകളിലേക്ക് വിശദമായി. ക്ലാസിൽ ഇരിപ്പിടം മാറിയിരുന്നതിന് 9ാം ക്ലാസ്സുകാരനായ അധ്യാപകൻ ക്രൂരമായി മർദ്ദിച്ചെന്ന് പരാതി. കൊല്ലം പുത്തൂർ പവിത്രേശ്വരം സ്കൂളിലെ അധ്യാപകനായ പ്രമോദ് ജി കൃഷ്ണനെതിരെയാണ് രക്ഷിതാവ് പരാതി നൽകിയത്. ചൈൽഡ് ലൈനിന്റെ നിർദ്ദേശപ്രകാരം പുത്തൂർ പോലീസ് കേസെടുത്തു. പുത്തൂർ പവിത്രേശ്വരം സ്കൂളിലെ അധ്യാപകൻ പ്രമോദ് ജി കൃഷ്ണനെതിരെയാണ് പരാതി. അധ്യാപകൻ ക്ലാസ് മുറിയിലിരുന്ന് പരീക്ഷാ പേപ്പർ നോക്കുന്ന സമയത്ത് ഇരിപ്പിടം മാറിയിരുന്ന വിദ്യാർത്ഥിയെ ആദ്യം ഡസ്റ്റർ കൊണ്ടെറിയുകയും മുഖത്ത് ഇടിക്കുകയും ചെയ്തു. പിന്നീട് ഭിത്തിയിൽ ചാരി നിർത്തി കഴുത്തിന് കുത്തിപ്പിടിച്ച് വീണ്ടും ക്രൂരമായി മർദ്ദിച്ചതായി കുട്ടി പറയുന്നു. സാറ് പഠിപ്പിച്ചു കഴിഞ്ഞിട്ട് ഒരു 20 മിനിറ്റ് പഠിപ്പിച്ചു കഴിഞ്ഞിട്ട് സാർ പേപ്പർ നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. അപ്പം ഞാൻ ബാക്ക് ബെഞ്ചിലാണ്, നീളം കൊണ്ടാണ് ഞാൻ ബാക്ക് ബെഞ്ചിലായിരിക്കുന്നത്. അപ്പം അവിടെ നിന്ന് ഞാൻ ഫ്രണ്ട് ബെഞ്ചിൽ പോയിരുന്നപ്പം സാറ് ഈ ഡസ്റ്റർ എടുത്തെറിഞ്ഞു. സാറിൻ്റെ ഒരു സ്വഭാവം വെച്ച് സാറിന് അടുത്ത് കൊണ്ടുപോയി തിരിച്ചു കൊടുക്കുകയാണെങ്കിൽ സാർ ഉറപ്പായിട്ട് എന്നെ തൊഴിയും, അല്ലെ അടിയും. അപ്പം ഞാൻ ഇതെടുത്ത് ഇങ്ങനെ ഇട്ട് കൊടുത്തു. അപ്പോൾ സാറിനെ തിരിച്ചറിയുമെന്ന് പറഞ്ഞ് വന്നിട്ട് ഫസ്റ്റ് ഇടി എന്നെ ഇടത്തെ കൈവച്ച് എൻ്റെ കവിളിൽ, ഈ ഒരു ഇടത്തെ കവിളിൽ വലത്തെ കൈവച്ച് ഇടത്തെ കവിളിൽ ഫസ്റ്റ് ഇടി ഇടിച്ചു. പിന്നെ എന്നെ പിടിച്ച് എണ്ണീറ്റിട്ട് പിന്നെ എന്നെ പിടിച്ച് ഇങ്ങനെ തള്ളിയപ്പം ഭയങ്കര ഫോഴ്സിൽ തള്ളി. ഞാനങ്ങനെ ബാക്കിലുള്ള ഭിത്തി പോയി ഇടിച്ച്. വീട്ടിലെത്തിയ വിദ്യാർത്ഥിയുടെ കവിൾ വീങ്ങിയിരിക്കുന്നത് കണ്ട രക്ഷിതാക്കൾ കാര്യം തിരക്കിയപ്പോഴാണ് അധ്യാപകന്റെ ക്രൂരമർദ്ദനത്തിന്റെ കാര്യം പുറത്തറിയുന്നത്. തുടർന്ന് രക്ഷിതാവ് പുത്തൂർ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. വിദ്യാർത്ഥിയുടെ മൊഴി രേഖപ്പെടുത്തിയ പോലീസ് ജുവനൈൽ ജസ്റ്റിസ് ആക്ട് അടക്കമുള്ള വകുപ്പുകൾ ചുമത്തി അധ്യാപകനെതിരെ കേസെടുത്തു. സംഭവശേഷം വൈകിട്ട് വിദ്യാർത്ഥിയുടെ വീട്ടിലെത്തിയ അധ്യാപകൻ തനിക്ക് ഭ്രാന്ത് പിടിച്ചിരുന്നപ്പോൾ ചെയ്തു പോയതാണെന്നും ക്ഷമിക്കണമെന്നും പറഞ്ഞതായി രക്ഷിതാക്കൾ പറയുന്നു. കേസെടുത്തതോടെ ഒളിവിൽ പോയ അധ്യാപകനായി പോലീസ് അന്വേഷണം തുടങ്ങി. ന്യൂസ് 18 കൊട്ടാരക്കര. ആലുവയിൽ ഹോട്ടലിലെ പാർക്കിങ്ങിനെ ചൊല്ലിയുണ്ടായ തർക്കത്തിൽ ആലുവയിൽ ഹോട്ടലിലെ പാർക്കിംഗ് ഗ്രൗണ്ടിൽ കാറിനുള്ളിൽ ഡ്രൈവറെ മരിച്ച നിലയിൽ കണ്ടെത്തി. കുറുമശ്ശേരി സ്വദേശി VK ജോഷിയാണ് മരിച്ചത്. കണ്ണടിക്കാട് GVK പാർക്ക് ഹോട്ടലിൽ അതിഥികളുമായി എത്തിയതായിരുന്നു ജോഷി. കാറിനകത്താണ് ഇയാൾ ഉറങ്ങിയിരുന്നത്. രാവിലെ സംശയം തോന്നി നോക്കിയപ്പോഴാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കോഴിക്കോട് ചാത്തമംഗലത്ത് വാഹനാപകടത്തിൽ പരുക്കേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. ഓമശ്ശേരി പാറത്താഴത്ത് അഷ്റഫാണ് മരിച്ചത്. സ്കൂട്ടറും ബൈക്കും കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. തലയ്ക്ക് പരിക്കേറ്റ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു. കൊല്ലം ചടയമംഗലത്ത് കാറും ടൂറിസ്റ്റ് ബസും കൂട്ടിയിടിച്ച് 2 മരണം. കാറിൽ യാത്ര ചെയ്തിരുന്ന 2 പേർ സംഭവസ്ഥലത്ത് വെച്ച് മരിച്ചു. ഇതര സംസ്ഥാനക്കാരായ തീർത്ഥാടകർ സഞ്ചരിച്ച കാറാണ് അപകടത്തിൽപ്പെട്ടത്. രാത്രി
രാത്രി 11:30യോടെയാണ് അപകടമുണ്ടായത്. 3 പേരുടെ നില ഗുരുതരമാണ്. കടയ്ക്കലിൽ നിന്നുള്ള ഫയർഫോഴ്സ് സംഘവും നാട്ടുകാരും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. പട്ടാമ്പി പുലാമന്തോളിൽ നിയന്ത്രണം വിട്ട് ലോറി മറിഞ്ഞ അപകടം. ടയർ പൊട്ടിയതോടെയാണ് അപകടമുണ്ടായത്. ആക്രി സാധനങ്ങളുമായി പോകുകയായിരുന്നു ലോറി. പട്ടാമ്പി പുലാമന്തോൾ പാതയിൽ ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു. എറണാകുളം മുളന്തുരുത്തിയിൽ മർദ്ദനമേറ്റ് ചികിത്സയിലായിരുന്നയാൾ മരിച്ചു. കാഞ്ഞിരമറ്റം സ്വദേശി ഹനീഫയാണ് മരിച്ചത്. ഹനീഫയെ മർദ്ദിച്ച ഷിബു ഒളിവിലാണ്. പുതുവർഷ രാവിൽ വാഹനം തട്ടിയതുമായി ബന്ധപ്പെട്ട തർക്കമാണ് മർദ്ദനത്തിൽ കലാശിച്ചത്. മർദ്ദിക്കുന്നതിന്റെ CCTV ദൃശ്യങ്ങളും പുറത്തുവന്നു. കാക്കനാട് ആക്രി ഗോഡൌണിൽ വൻ തീപിടുത്തം. ആളപായമില്ല. ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ നിന്നും 35ഓളം അഗ്നിരക്ഷാ യൂണിറ്റുകൾ എത്തിയാണ് തീ അണച്ചത്. ജനവാസ മേഖലയിലുണ്ടായ തീപിടുത്തം സമീപത്ത് താമസിക്കുന്നവരിൽ പരിഭ്രാന്തിയിലാഴ്ത്തി. രാവിലെയാണ് തീപിടുത്തമുണ്ടായത്. തീ പടർന്നത് കണ്ട നാട്ടുകാരാണ് ഫയർഫോഴ്സിനെയും പോലീസിനെയും അറിയിക്കുന്നത്. തൃക്കാക്കരയിൽ നിന്ന് ഉടൻ തന്നെ ഫയർഫോഴ്സ് യൂണിറ്റുകൾ എത്തിയെങ്കിലും നിയന്ത്രണ വിധേയമാക്കാനായില്ല. തുടർന്ന് സമീപ മേഖലകളിൽ നിന്നായി 15ഓളം അഗ്നിരക്ഷാ യൂണിറ്റുകൾ ഇവിടേക്ക് എത്തി. വലിയ സംഭരണശാലയായിട്ടാണ് ഏരിയ നോക്കിയിട്ട് കാണുന്നത്. ഏതായാലും പുറത്തേക്ക് തീ വ്യാപിക്കാനുള്ള യാതൊരു സാധ്യതയില്ല. ചുറ്റും ഷീറ്റ് വെച്ച് മറച്ചിട്ടുണ്ട്. മറ്റ് ദുരന്ത സാധ്യത ഒന്നുമില്ല. തീ പൂർണ്ണമായിട്ടും അടക്കുന്നതിന് വേണ്ടി JCB വന്ന് ഇത് നമുക്ക് മാറ്റേണ്ടതുണ്ട്. കുറേശ്ശെ ഭാഗങ്ങൾ മാറ്റി പൂർണ്ണമായിട്ടും തീ അണയ്ക്കും. കഴിഞ്ഞ കുറേ നാളുകളായി കാക്കനാട് കെന്നഡിമുക്കിൽ പ്രവർത്തിച്ചിരുന്ന ആക്രി ഗോഡൌണിലാണ് തീപിടുത്തമുണ്ടായത്. ജനവാസ മേഖലയിലായതിനാൽ തീ കണ്ടതോടെ ആളുകൾ പരിഭ്രാന്തരായി. ഞങ്ങൾ 1 മണിക്കൂർ മുമ്പ് തീ കണ്ട് പരിഭ്രാന്തി ആയതാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ വന്നതാണ്. ഇതറിയില്ല, ദൈവത്തിനറിയാം. ബാക്കി നമുക്കൊന്നും അറിയാൻ പറ്റില്ല. വരുംവരായികള് നമുക്കറിയില്ല, കണ്ടറിയണം. സ്ഥാപനത്തിന് പ്രവർത്തന ലൈസൻസ് ഉണ്ടെന്നാണ് ഉടമ പറയുന്നത്. അതേസമയം സ്ഥാപനത്തിന്റെ ലൈസൻസ് റദ്ദാക്കുമെന്നും നഗരസഭാ പരിധിയിൽ പ്രവർത്തിക്കുന്ന ആക്രി ഗോഡൌണിൽ സുരക്ഷാ പരിശോധന നടത്തുമെന്നും തൃക്കാക്കര നഗരസഭാ ചെയർപേഴ്സൺ K. രാധാമണിപിള്ള പറഞ്ഞു. ഇപ്പോൾ ലൈസൻസ് ഉണ്ടോയെന്ന് നമുക്കറിയില്ല. ലൈസൻസ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ജനവാസ കേന്ദ്രമാണ്. ഇങ്ങനൊരു കേന്ദ്രത്തിൽ പൊല്യൂഷൻ്റെ ഫയർ ആൻഡ് സേഫ്റ്റിയുടെ ഒക്കെ പേപ്പറില്ലാതെ നടത്തുന്നുണ്ടെങ്കിൽ അത് നിയമപരമായും തെറ്റാണ്. നമുക്ക് പിന്നെ ഇതിനെപ്പറ്റിയൊന്നും പരാതി ലഭിച്ചിട്ടില്ല. പരാതി ലഭിച്ചിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇനി നാളെ മുതൽ ബാക്കി എവിടെയൊക്കെ ഗോഡൌണുണ്ട് അത് അന്വേഷിച്ച് ലൈസൻസ് എടുപ്പിക്കുകയോ വേണ്ട നടപടി സ്വീകരിക്കുകയോ ചെയ്യും. നമ്മൾ ഇതിനുണ്ടോയെന്ന് എനിക്കറിയില്ല. ഇതിൻ്റെ കാര്യം ഉണ്ടെന്നിപ്പോൾ അവർ പറയണം, പക്ഷേ ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. സമീപത്തെ മതിലുകൾ പൊളിച്ച് JCB അകത്ത് കയറ്റി മാലിന്യങ്ങൾ ഉഴുതുമറിച്ച് വെള്ളമൊഴിച്ചാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. കൊച്ചിയിൽ 1 മാസത്തിനിടെ ആക്രി ഗോഡൌണുകളിൽ മാത്രമായി ഉണ്ടാകുന്ന 2ാമത്തെ വലിയ തീപിടുത്തമാണിത്. ഈ രീതിയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾക്ക് ലൈസൻസ് ഉണ്ടോ എന്നതും സുരക്ഷാ ഓഡിറ്റിംഗ് നടത്തേണ്ടതുമെല്ലാം അതാത് തദ്ദേശ വകുപ്പുകളുടെ ഉത്തരവാദിത്തമാണ്. ഇനിയെങ്കിലും അവരതിന് തയ്യാറായില്ലെങ്കിൽ ഇത്തരം തീപിടുത്തങ്ങൾ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. കാക്കനാട് നിന്ന് ക്യാമറമാൻ ശ്യാംലാലിനൊപ്പം ഡാനി പോൾ, ന്യൂസ് 18. കോഴിക്കോട് മാനസികാസ്വാസ്ഥ്യമുള്ള യുവാവിന് നേരെ ആൾക്കൂട്ട ആക്രമണം. മർദ്ദിച്ചവർ പണം ആവശ്യപ്പെട്ടെന്നും യുവാവ് പരാതിപ്പെടുന്നു. മർദ്ദിക്കുന്ന ദൃശ്യങ്ങളും സംഘം പകർത്തിയിട്ടുണ്ട്. 4 ദിവസം മുമ്പാണ് സംഭവം. മാനസികാസ്വാസ്ഥ്യമുള്ള യുവാവിനെയാണ് ഒരു കൂട്ടം ക്രൂരമായി മർദ്ദിച്ചത്. ആക്രമികളിൽ ഒരാളോട് മോശമായി പെരുമാറിയെന്നാരോപിച്ചായിരുന്നു മർദ്ദനം. മർദ്ദിക്കുന്ന ദൃശ്യം അക്രമികൾ തന്നെ പകർത്തി. വീഡിയോ പുറത്തുവിടാതിരിക്കാൻ പണം ആവശ്യപ്പെട്ടതായും മർദ്ദനമേറ്റ യുവാവ് റെക്കോർഡ് ചെയ്തിട്ട് എന്നോട് പറഞ്ഞ് 18 റുപ്യ വേണമെന്നാ പറഞ്ഞ്. 18,000 റുപ്യ വേണം, ഇന്ന് തന്നില്ലെങ്കിൽ അടുത്ത മാസം കഴിഞ്ഞ് തരണം എന്ന് എന്നോട് പറഞ്ഞേന്. ഇന്നെ നാറ്റിക്കുന്ന് പറഞ്ഞേന്. ഈ വീഡിയോ ഞാൻ പുറത്തേക്ക് വിടും അങ്ങനെയൊക്കെ പറഞ്ഞു. ആശുപത്രിക്ക് അടുത്തുള്ള ഒഴിഞ്ഞ കെട്ടിടത്തിലെത്തിച്ചായിരുന്നു മർദ്ദനം. കൂലിപ്പണിക്കാരനാണ് മർദ്ദനമേറ്റ യുവാവ്. സംഭവത്തിൽ മുക്കം പോലീസ് അന്വേഷണം തുടങ്ങി. ന്യൂസ് 18 മുക്കം. നിലമ്പൂർ ഉൾക്കാട്ടിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ ആദിവാസി യുവാവ് കൊല്ലപ്പെട്ടു. കരുളായി മാഞ്ചേരി പൂച്ചപ്പാറ കോളനിയിലെ മണിയാണ് മരിച്ചത്. ഒപ്പമുണ്ടായിരുന്ന 5 വയസ്സുകാരൻ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. മണിയെ തോളിൽ ചുമന്നാണ് സഹോദരൻ സംഭവസ്ഥലത്ത് നിന്ന് പുറത്തെത്തിച്ചത്. വനംവകുപ്പ് അധികൃതർ എത്താൻ വൈകിയത് പ്രതിഷേധത്തിനിടയാക്കി. കഴിഞ്ഞ ദിവസം വൈകുന്നേരം 6:45 കാട്ടിലൂടെ കോളനിയിലേക്ക് പോവുകയായിരുന്ന മണിയെയും സംഘത്തെയും കാട്ടാന ആക്രമിച്ചത്. മറ്റുള്ളവർ ചിതറിയോടി രക്ഷപ്പെട്ടപ്പോൾ മണി ആനയ്ക്ക് മുമ്പിൽ കുടുങ്ങി.
മണിയുടെ കയ്യിലുണ്ടായിരുന്ന 5 വയസ്സുകാരൻ മനു അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ആനയുടെ ആക്രമണത്തിൽ മണിക്ക് തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റിരുന്നു. മണിയുടെ സഹോദരൻ അയ്യപ്പനാണ് കാട്ടിൽ നിന്നും മണിയെ തോളിൽ ചുമന്ന് പുറത്തേക്ക് കൊണ്ടുവന്നത്. അപകടം നടന്ന് മണിക്കൂറുകൾക്ക് ശേഷമാണ് മണിയെ കാട്ടിൽ നിന്നും പുറത്തേക്ക് എത്തിക്കാനായത്. ജീപ്പിൽ കരുളായി വരെയും അവിടെ നിന്ന് ആംബുലൻസിൽ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലേക്കും കൊണ്ടുപോയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. അപകടം നടന്നത് അറിയാൻ വൈകിയതാണ് രക്ഷാപ്രവർത്തനത്തിന് തടസ്സമായത്. കാട്ടിനുള്ളിൽ മൊബൈൽ റേഞ്ച് ഇല്ലാത്തതും പ്രതിസന്ധിയായി. 6:30 നടന്നിട്ട് 8:10 വിവരം കിട്ടുന്നത്. പിന്നെ ആരാ ഫോറസ്റ്റിന്റെ ജീപ്പിനാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത്? അല്ല, ടാക്സിനാണ്. ആ ടാക്സിന്റെ അവർ തന്നെ എൻ്റെ അടുത്ത് വിവരം പറഞ്ഞത്. അങ്ങനെ പെട്ടെന്ന് വിവരം പറഞ്ഞ് ആ പെട്ടെന്ന് അവിടെ പോയി അവിടുന്ന് ഏറ്റിങ്ങിട്ട് കൊണ്ടുവന്നു. റോട്ടിൽ എത്തില്ല, പോയി. സംഭവത്തിൽ നിലമ്പൂർ MLA PV അൻവറിന്റെ നേതൃത്വത്തിൽ DMK പ്രവർത്തകർ പ്രതിഷേധിച്ചു. DFO ഓഫീസിന്റെ പൂട്ടുപൊളിച്ച് ഉള്ളിൽ കയറിയിരുന്നായിരുന്നു പ്രതിഷേധം. മനുഷ്യന് സംരക്ഷണമില്ലാത്ത അവസ്ഥയാണെന്നും സർക്കാർ ഇടപെടുന്നില്ലെന്നും MLA. ഇതിനെ ഉൾക്കാടിനെ എങ്ങനെ വിളിക്കുക? ജനവാസ മേഖലയെ എങ്ങനെ നമ്മൾ ഉൾക്കാടും? കാടിന്റെ അകത്തെ വനം എന്താ പറയുക, ജനവാസ മേഖലയാണ്. സ്വാഭാവികമായിട്ടും ആ റോഡിന് ഇരു കരകളിലുമുള്ള കാടുകൾ, അടിക്കാടുകൾ കാരാക്കാരും വെട്ടിക്കൊടുക്കുന്നതാണ്. പല ഘട്ടത്തിലും ഈ ആദിവാസികൾ വന്ന് പറഞ്ഞിട്ടുള്ള പരാതി അതാണ്. ഉൾക്കാട്ടിലായതുകൊണ്ട് അപകടം നടന്ന സ്ഥലത്തേക്ക് എത്തിച്ചേരാൻ ഏറെ സമയമെടുത്തെന്ന് നിലമ്പൂർ DFO പറഞ്ഞു. കുടുംബത്തിന് സഹായം നൽകും. ബഹുമാനപ്പെട്ട മന്ത്രി ഈ കുടുംബത്തെ ഏറ്റെടുക്കുവാൻ വനംവകുപ്പിനോട് നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് ഉടനെ തന്നെ താൽക്കാലിക ജോലി നൽകുവാൻ ബഹുമാനപ്പെട്ട മന്ത്രി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഉടനെ തന്നെ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് താൽക്കാലിക ജോലി വനംവകുപ്പിലേക്ക് കൊണ്ടുവന്ന് വളരെ വിദൂരതയിൽ താമസിക്കുന്ന അവരെ താഴത്തേക്ക് കൊണ്ടുവന്ന് അവരെ കുട്ടികൾക്ക് വേണ്ടിയുള്ള ചികിത്സ, വിദ്യാഭ്യാസ സൗകര്യങ്ങൾ ഒരുക്കുവാനും വനംവകുപ്പിനോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലായിരുന്നു മണിയുടെ പോസ്റ്റ്മോർട്ടം. ന്യൂസ് 18 മലപ്പുറം. തൊടുപുഴ മുള്ളരിങ്ങാട്ടെ കാട്ടാനശല്യം പരിഹരിക്കാൻ ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും നേതൃത്വത്തിൽ യോഗം ചേർന്നു. PJ ജോസഫ് MLA, ഡീൻ കുര്യാക്കോസ് MP എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു യോഗം. കാട്ടാനക്കലിയിൽ ഇടുക്കിയിൽ വീണ്ടും മനുഷ്യജീവൻ പൊലിഞ്ഞതിന് പിന്നാലെയാണ് മുള്ളരിങ്ങാട്ടെ പ്രശ്നങ്ങൾ സജീവ ചർച്ചയായത്. പ്രതിരോധ പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കുമെന്ന് ജനപ്രതിനിധികളും സർക്കാരും ഉറപ്പു നൽകിയിരുന്നു. ഇതിന്റെ ഭാഗമായി പ്രാരംഭഘട്ട പ്രവർത്തനങ്ങൾക്ക് PJ ജോസഫ് MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 10 ലക്ഷം രൂപയും ഡീൻ കുര്യാക്കോസ് MP 8 ലക്ഷം രൂപയും അനുവദിക്കും. തുക ലഭിക്കുന്ന മുറയ്ക്ക് ജനവാസ മേഖലയിൽ അവശേഷിക്കുന്ന ഭാഗത്തെ ഫെൻസിംഗ് പൂർത്തിയാക്കും. 10 ലക്ഷം രൂപ MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ, 8 ലക്ഷം രൂപ MPയുടെ ഇമ്മീഡിയറ്റായിട്ടാണ്. പിന്നെ ബാക്കി ഫണ്ട് ഉണ്ടാകണം. അതിന് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് വണ്ടിയിൽ നിന്നും അല്ലെങ്കിൽ ഇടുക്കി പാക്കേജിൽ നിന്നും ഉണ്ടാകേണ്ടത് എടുക്കുക. ഏതായാലും 10 കിലോമീറ്റർ ചെയ്യുക എന്നൊരു തീരുമാനം ഉണ്ടായിട്ടുണ്ട്. ആനകളെ തുരത്തുന്ന കാര്യത്തിൽ കോതമംഗലം മൂന്നാർ DFOമാരുമായി കൂടിയാലോചിച്ച് കർമ്മ പദ്ധതികൾ തയ്യാറാക്കുവാനും യോഗത്തിൽ തീരുമാനമായി. ഫെൻസിംഗ് സ്ഥാപിക്കുന്നതോടെ കാട്ടാനകൾ ജനവാസ മേഖലയിലെത്തുന്നത് തടയാനാകുമെങ്കിലും പാരിസ്ഥിതിക പ്രത്യേകതകൾ വനം വകുപ്പിന് ഉയർത്തുന്ന വെല്ലുവിളികൾ ചെറുതല്ല. പെരിയാറ് കടന്ന് ആന വീണ്ടും വടക്കോട്ട് പോയാണെങ്കിൽ അത് ആ ലാൻഡ്സ്കേപ്പിലോട്ട്, മലക്കപ്പാറ അല്ലെങ്കിൽ കുട്ടമ്പുഴ മലയാറ്റൂർ വീട്ടിൻ്റെ ലാൻഡ്സ്കേപ്പിലേക്ക് ആനകൾക്ക് പോകാൻ പറ്റും. അപ്പോൾ ആന ആക്ച്വലി കുടുങ്ങിയ ഒരവസ്ഥയിലാണ് നോക്കുന്നത്. അതാണ് പെട്ടെന്ന് ആനകൾ കാലങ്ങളായിട്ട്, ഇപ്പോൾ നൂറ്റാണ്ടുകളായിട്ട് സഞ്ചരിച്ചുകൊണ്ടിരുന്ന ഒരു പാത പെട്ടെന്ന് അടഞ്ഞു പോയതായിട്ട് ഉണ്ട്. അവർ ഓൾറെഡി അതിന് പോകാൻ ഗ്യാപ്പ് ഇട്ടിട്ടുണ്ടെങ്കിലും പ്രാക്ടിക്കലല്ല എന്നുള്ളതാണ്. അത് കൂടുതൽ പഠനങ്ങൾ നേരുമംഗലത്തിന്റെ ഏരിയയിലാണ്ട് അവിടമായിട്ട് ബന്ധപ്പെട്ട്. വനമേഖലകളിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വന്യമൃഗങ്ങളുടെ സഞ്ചാരപഥത്തെയും തടസ്സപ്പെടുത്തുന്നുണ്ട്. വനത്തിനുള്ളിൽ ആവശ്യത്തിന് ഭക്ഷണവും വെള്ളവും ലഭ്യമാക്കണമെന്നും ആനത്താരകൾ പുനഃസ്ഥാപിക്കണമെന്ന ആവശ്യവും ശക്തമാണ്. ന്യൂസ് 18 ഇടുക്കി. ഇടുക്കി പൂപ്പാറയിൽ കാട്ടാനക്കൂട്ടത്തെ കണ്ട് ഭയന്നോടിയ വയോധികന് പരിക്ക്. തമിഴ്നാട് സ്വദേശി അന്തോണിക്കാണ് വീണ് പരിക്കേറ്റത്. അന്തോണിക്കൊപ്പം സ്ത്രീകൾ ഉൾപ്പെടെയുള്ള മറ്റു തൊഴിലാളികളും ഉണ്ടായിരുന്നു. ഇവരും ഓടി രക്ഷപ്പെട്ടു. ഓടുന്നതിനിടയിൽ വീണ അന്തോണിക്ക് പരിക്കേൽക്കുകയായിരുന്നു.
KSRTC ബസ് മറിഞ്ഞുണ്ടായ അപകടത്തിൽ മരിച്ചവർക്കുള്ള ധനസഹായം ഗതാഗത വകുപ്പ് മന്ത്രി മരിച്ചവരുടെ വീട്ടിലെത്തി വിതരണം ചെയ്തു. 10 ലക്ഷം രൂപയുടെ ചെക്കാണ് മന്ത്രി ബന്ധുക്കൾക്ക് നൽകിയത്. 2024 ഒക്ടോബർ 8-നായിരുന്നു തിരുവമ്പാടി കളിയാമ്പുഴ മേൽപ്പാലത്തിൽ നിന്നും KSRTC ബസ് പുഴയിലേക്ക് മറിഞ്ഞ് അപകടമുണ്ടായത്. അപകടത്തിൽ മരിച്ച കോടഞ്ചേരി പഞ്ചായത്തിലെ കണ്ടപ്പഞ്ചാൽ സ്വദേശിനി കമല, തിരുവമ്പാടി പഞ്ചായത്തിലെ ആനക്കാംപൊയിൽ സ്വദേശിനി ത്രേസ്യാമ്മ എന്നിവരുടെ കുടുംബങ്ങൾക്കുള്ള ധനസഹായമാണ് വീടുകൾ നേരിട്ടെത്തി മന്ത്രി ഗണേഷ് കുമാർ വിതരണം ചെയ്തത്. കുടുംബങ്ങൾക്ക് ഇപ്പോൾ നൽകിയത് KSRTC നൽകുന്ന ഇൻഷുറൻസ് തുകയാണ്. സാധാരണ ഇത് നൽകാറുള്ളത് റിസർവ് ചെയ്യുന്ന യാത്രക്കാർക്കാണ്. എന്നാൽ ഈ അപകടം പ്രത്യേക കേസായി പരിഗണിച്ചുകൊണ്ടാണ് തുക നൽകിയതെന്നും മന്ത്രി പറഞ്ഞു. നമ്മളിത് അപകടം പറ്റി മരിക്കുന്നവർക്കുള്ള ഇൻഷുറൻസ് ആണ്. അപ്പോൾ അത് KSRTC യൂഷ്വലി കൊടുക്കുന്നത് ഈ റിസർവ്ഡ് ചെയ്ത യാത്രക്കാർക്ക്, ലോക്കൽ ബസ്സുകളിൽ കൊടുക്കാറില്ല. പക്ഷെ ഇതൊരു പ്രത്യേക കേസായിട്ട് നമ്മൾ കൊടുക്കുകയായിരുന്നു. അന്ന് പരിക്ക് പറ്റിയവർക്കുള്ള ചിലവുണ്ട്. നഷ്ടപരിഹാരം അന്ന് KSRTC പറഞ്ഞിരുന്നില്ല. അത് ശരിക്കും പറഞ്ഞാൽ വണ്ടി ഇൻഷുർ ചെയ്തിരുന്നു, പക്ഷേ റിസർവ് പാസഞ്ചർക്കാണ് കൊടുക്കുന്നത്. പക്ഷേ ഇത് മരണം സംഭവിച്ചുകൊണ്ട് നമ്മൾ സ്പെഷ്യൽ കേസായിട്ട് വാങ്ങിയെടുത്താണ്. ഇൻഷുറൻസ് കമ്പനിയോട് റിക്വസ്റ്റ് ചെയ്തിട്ട് അവർ തന്നതാണ്. പരിക്കേറ്റവർക്കുള്ള ചികിത്സാ ചെലവ് നേരത്തെ KSRTC നൽകിയിരുന്നു. മന്ത്രിയോടൊപ്പം തിരുവമ്പാടി MLA ലിൻഡോ ജോസഫ്, കോടഞ്ചേരി പഞ്ചായത്ത് പ്രസിഡന്റ് അലക്സ്, മറ്റ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് 18 കോഴിക്കോട്. മൂന്നാറിൽ മാലിന്യം വലിച്ചെറിഞ്ഞവരെ കുടുക്കാൻ പദ്ധതിയുമായി ഗ്രാമപഞ്ചായത്ത്. മാലിന്യ നിക്ഷേപം നിരീക്ഷിക്കാൻ 3-man ആർമി ആണ് പ്രവർത്തനം നടത്തുന്നത്. മാലിന്യം തള്ളുന്നവരെ പിടികൂടാൻ സദാ ജാഗരൂകരായ 3 പേർ. ബൈക്കിൽ ചുറ്റി നടന്ന് ഇവർ നിയമലംഘകരെ പിടികൂടും. മാലിന്യം കൊണ്ട് പൊറുതിമുട്ടിയ സാഹചര്യത്തിലാണ് മൂന്നാറുകാർ പുതിയ സംവിധാനം കൊണ്ടുവരുന്നത്. ചെറിയ കുറ്റങ്ങൾക്ക് ബോധവൽക്കരണം മുതൽ പിഴയും നിയമ നടപടിയും വരെ ഉണ്ടാകുമെന്ന് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി പറഞ്ഞു. മാലിന്യങ്ങൾ വലിച്ചെറിയുന്നവരും പൊതുനിരത്തുകളിൽ എറിയുന്നവരും എല്ലാം വളരെ ജാഗ്രതയോടെ ഇരിക്കുക. അവർക്ക് പിഴ ഈടാക്കേണ്ടത് തത്സമയം തന്നെ പിഴ ഈടാക്കുകയും അല്ലാത്തവർക്ക് അതിനനുസരിച്ചുള്ള ഒരു ബോധവൽക്കരണം നടത്തുകയുമാണ് നമ്മൾ ഇതിലൂടെയുള്ള ലക്ഷ്യം. ഇതിലൂടെ ഏറെക്കുറെ തന്നെ മൂന്നാർ പഞ്ചായത്തിലെ പരിധിയിലുള്ള വാർഡുകളിലെ മാലിന്യ പ്രശ്നങ്ങൾക്ക്, പ്രത്യേകിച്ച് മൂന്നാർ ടൗണിലെ മാലിന്യ പ്രശ്നങ്ങൾക്ക് ഒരു ശാശ്വത പരിഹാരം കാണാമെന്ന് വിചാരിക്കുന്നു. മൂന്നാറിന്റെ ജീവനാഡിയായ മുതിരപ്പുഴയിലും പാതയോരങ്ങളിലുമടക്കം മാലിന്യ നിക്ഷേപം കൂടിവരുന്ന സ്ഥിതിയാണിപ്പോൾ. പഞ്ചായത്തിന്റെയും മറ്റും ഇടപെടലിലൂടെ മുമ്പ് പഞ്ചായത്ത് പരിധിയിൽ മാലിന്യ നിക്ഷേപം കുറഞ്ഞിരുന്നു. ഇതിനുശേഷമാണിപ്പോൾ കാര്യങ്ങൾ വീണ്ടും പഴയ നിലയിലേക്ക് എത്തിയിട്ടുള്ളത്. വിനോദസഞ്ചാര സീസൺ ആരംഭിച്ച് സഞ്ചാരികളുടെ തിരക്ക് വർദ്ധിച്ച സാഹചര്യത്തിൽ കൂടിയാണ് മാലിന്യ നിക്ഷേപത്തിനെതിരെ പഞ്ചായത്ത് നടപടി കടുപ്പിക്കുന്നത്. ന്യൂസ് 18 മൂന്നാർ. ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് വിധിക്ക് മുന്നിൽ തോറ്റുകൊടുക്കാൻ മനസ്സില്ലാത്ത ഒരു കൂട്ടം അംഗപരിമിതരായ മനുഷ്യരുടെ കഥയാണ്. ആലപ്പുഴ ചേർത്തലയിലെ കരുതൽ എന്ന കൂട്ടായ്മയ്ക്ക് കീഴിൽ ശാരീരിക പരിമിതികളെ മറികടന്നുകൊണ്ട് ഇരുൾ മൂടിയ ജീവിതത്തിന് വെളിച്ചം പകരുകയാണ് ഇവർ. തളർത്താൻ നോക്കിയ വിധിയോട് പോയി പണി നോക്കാൻ പറഞ്ഞ ആ മനുഷ്യരെ ഒന്ന് കണ്ടുവരാം. ഏറ്റവും പോസിറ്റീവായ ചില കാഴ്ചകളിലേക്കാണ് ഇനി കൂട്ടിക്കൊണ്ടു പോകുന്നത്. നമ്മളിപ്പോൾ ഉള്ളത് ചേർത്തല അയ്യപ്പഞ്ചേരി എന്ന ഗ്രാമത്തിലാണ്. ഇവിടെ അംഗപരിമിതരായ 5 വ്യക്തികൾ ചേർന്ന് ഒരുക്കിയ ഒരു കൃഷി. അവരെങ്ങനെയാണ് അവരുടെ പരിമിതികളെ മറികടന്ന് ജീവിതത്തിൽ വിജയത്തിലേക്കും ഒപ്പം തന്നെ സ്വന്തമായ ഒരു സന്തോഷത്തിലേക്കും പോകുന്നത് എന്നാണ് നമ്മൾ പ്രേക്ഷകരോട് പങ്കുവയ്ക്കാൻ പോകുന്നത്. തോട്ടത്തിൽ കൃഷിയിൽ സ്കൂട്ടർ പോയിട്ട് പോകുന്ന ഒരാളെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. എങ്ങനെ ഇതിനെയൊക്കെ മറികടക്കുന്നത്? തീർച്ചയായിട്ടും ഞങ്ങളെ പരിമിതികളെ മറികടക്കാൻ വേണ്ടി ഞങ്ങൾ ഒരു ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള ഒരു കാര്യമാണ് ഈ കരുതൽ കൃഷിക്കൂട്ടത്തിൻ്റെ. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ചെയ്യുന്നത് ഇപ്പോൾ വിളവെടുപ്പ്, പയറിൻ്റെ വിളവെടുപ്പ് അത് പാകമായോ നോക്കാൻ വേണ്ടിയാണിപ്പോൾ ഞാൻ ഈ വണ്ടി വന്നത്. ഇപ്പോൾ വണ്ടി വരാത്ത സമയം വണ്ടി പോകാത്ത സ്ഥലത്ത് ഞാൻ വീൽ ചെയറിലാണ് ഇതിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നത്. ഈ കൃഷി പയറും മറ്റുള്ള വെണ്ടയൊക്കെ എടുക്കുകയൊക്കെ ചെയ്യുന്നത് വീൽച്ചെയറിലൂടെയാണ്. ഈ 5 പേരിൽ കൃഷി ചെയ്യുന്നവരിൽ കൂടുതലും സ്ത്രീകളാണ്. ഇപ്പോൾ ഇവിടെ നമ്മുടെ ഗീത ചേച്ചി ഉണ്ട്. ഗീത ചേച്ചി, ഒരുപാട് സന്തോഷം കേട്ടോ, നിങ്ങൾ എല്ലാവരും ഇങ്ങനെ ഇതിനെയൊക്കെ അതിജീവിച്ച് പോകുന്ന കാണുമ്പോൾ. എന്തെടുക്കോ? ഞാൻ കഞ്ഞൂരി പഞ്ചായത്തിലെ പാലിയേറ്റീവിന്റെ സ്റ്റാഫാണ്. ജോലിയും ഇതും എല്ലാം കൂടെ അത് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ കൊണ്ടുപോകും. ഈ പയറുണ്ടല്ലോ, ഇവര് ഒരുപാട് കഷ്ടപ്പെട്ടുണ്ടാക്കിയ അല്ലെ ആളുകൾ, അതിനനുസരിച്ച് നിങ്ങളെ ഒരു പിന്തുണയുണ്ടല്ലേ ആളുകൾക്ക്? എല്ലാവരും നല്ല സപ്പോർട്ടാണ്. സാധനങ്ങളെല്ലാം വിറ്റുപോയി. ഇപ്പൊ തന്നെ സാധനം തികയാത്തൊരവസ്ഥയാണ്. വീടിന്റെ അകത്ത് അകപ്പെട്ടു പോയ കുറച്ച് ആളുകൾ ഉണ്ടായിരുന്നു. അവര്
പ്രകാശപൂരിതമായ ജീവിതത്തിലേക്ക് മടങ്ങി വന്നു എന്നുള്ളതാണ്. അങ്ങനെയുള്ള ഒരാളാണ് ഇവിടെ ഇത് വിൽപ്പന നടത്തുന്ന സ്ഥലത്ത്. ഇവരെ വിളവെടുത്ത സംഭവങ്ങളാണ് ഈ കാണുന്നത്. അവിടെ വിൽപ്പന നടത്താനായി ഇരിക്കുന്ന ആള് ആശ ചേച്ചിയാണ്. നമുക്ക് ആശ ചേച്ചിയോട് സംസാരിക്കാം. എങ്ങനെയുണ്ട് കച്ചവടമൊക്കെ? കച്ചവടം നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. കരുതൽ കൃഷിക്കൂട്ടത്തിൽ വന്ന ശേഷമാണ് ഞാൻ പുറത്തിറങ്ങുകയും മറ്റുള്ളവർ കൂടുതൽ സഹോദരങ്ങൾ എനിക്ക് കൂട്ടായി കിട്ടുകയും ചെയ്തു. ഇത്തരത്തിൽ പണം സമ്പാദിക്കുന്നതിനപ്പുറത്തേക്ക് അവര് എത്തിയ ജീവിതത്തിന്റെ മറ്റൊരു സാഹചര്യമുണ്ട്. അതായത് ഇരുളടഞ്ഞ ജീവിതങ്ങളിൽ നിന്നും വെളിച്ചത്തിന്റെ പുതിയ ഒരു ജീവിതത്തിലേക്ക് കടന്നു വന്നു എന്നുള്ളതാണ്. ചേച്ചിയാണ് ഇതിനെ ലീഡ് ചെയ്യുന്നത് അല്ലേ? ഞാനാണ് ഇതെല്ലാം നയിച്ചുകൊണ്ട് പോകുന്ന. ഞാൻ ഇതിന്റെ സെക്രട്ടറിയാണ്. കച്ചവടത്തിലൊക്കെ പ്രധാനമായി നിൽക്കുന്ന ചേച്ചിയാണ്. അതെ ഞാൻ തന്നെയാണ്. കാരണം വെച്ചാൽ എല്ലാവർക്കും ആശയെ കൊണ്ട് ഇപ്പൊ കൈക്കും കാലിനും ഒക്കെ പ്രശ്നമുള്ള ആളാണ്. അപ്പൊ അവരുടെ എല്ലാം കൈയും കാലുമായിട്ട് ഞാൻ തന്നെയാണ് വിപണനം ഒക്കെ കൂടുതലും ഞാനാണ് ചെയ്യുന്നത്. പിന്നെ ഇവരൊക്കെ വരുന്ന ആ സമയത്ത് അവരും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പ്രായമുള്ള മറ്റൊരാൾ കൂടെ ഉണ്ട് ഇവിടെ. ഓ മകന് വേണ്ടിയാണ്. മകന് വേണ്ടിയാണ്. 15 വർഷമായിട്ട് അവൻ കിടപ്പ് രോഗിയാണ്. അപ്പൊ ഇവര് ഈ കുടുംബശ്രീയിൽ അവനൊരു അംഗമായിട്ട് ചേർത്തപ്പോൾ അവരുടെ കൂട്ടത്തിൽ ഈ കരുതൽ കൃഷിക്കൂട്ടം വന്നപ്പോൾ അതിനകത്ത് അങ്ങനെ വയ്യാതെ കിടക്കുന്ന ആളുകളുടെ കൂടെയുള്ള രക്ഷകർത്താക്കൾ ഉൾപ്പെടെയുള്ള ആൾക്കാരും ഒക്കെ ഇതിൽ ഇൻവോൾവ് ആണ്. ഞാൻ ഇവരുടെ കൂട്ടത്തിൽ കൂടിക്കഴിഞ്ഞപ്പോൾ അതിൽ നിന്നൊരു വരുമാനം ഓണത്തിനായപ്പോൾ 2000 രൂപയും ഓണക്കോടിയൊക്കെ തന്നു. ഒരുപാട് പോസിറ്റീവായ മനുഷ്യരെയാണ് നമ്മളിപ്പോൾ കണ്ടത്. ഇവര് ഈ ഒരു പരിമിതികളെയൊക്കെ മറികടന്ന വലിയൊരു കൂട്ടായ്മ ഉണ്ടാക്കി. ഒപ്പം തന്നെ വലിയൊരു സൗഹൃദ കൂട്ടായ്മയിലേക്ക് അവർ എത്തി എന്നുള്ളതാണ്. ഒറ്റപ്പെട്ട് വീടുകൾ കഴിഞ്ഞിരുന്ന പലർക്കും നല്ല സൗഹൃദങ്ങളുണ്ടായി, നല്ല കൂട്ടുണ്ടായി. ഒപ്പം തന്നെ വരുമാനം ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് കൂടി അവർ എത്തി എന്നുള്ളതാണ്. അതിൻ്റെ ഒരു ആത്മവിശ്വാസമൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്നതെല്ലാം വിളവെടുത്തത് അവരുടെ വലിയ അധ്വാനത്തിന്റെ ഒപ്പം തന്നെ ഒരു ജീവിതത്തിൽ ഉണ്ടായ പരാജയങ്ങളെ മറികടന്നാണ് ഈ മനുഷ്യർ ഈ നേട്ടം കൈവരിച്ചിരിക്കുന്നതെന്നുള്ളതാണ്. ചിരിക്കുന്ന ഈ മുഖങ്ങൾ തന്നെയാണ് ഇന്നത്തെ ഏറ്റവും വലിയ ഈ പുതുവർഷത്തിന്റെ ഏറ്റവും വലിയ പ്രതീക്ഷ. ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം ചേർത്തല അയ്യപ്പഞ്ചേരിയിൽ നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. കഴിഞ്ഞു പോയ കാലം കാറ്റിനക്കരെ, കൊഴിഞ്ഞു പോയ രാഗം കടലിനക്കരെ, ഓർമ്മകളെ നിന്നെ ഓർത്തു കരയുന്നു ഞാൻ, നിന്റെ ഓർമ്മകളിൽ വീണുടഞ്ഞു പിടയുന്നു ഞാൻ. സ്കൂൾ കലോത്സവം 2ാം ദിനത്തിൽ. അനന്തകല കേരള സ്കൂൾ കലോത്സവം പവർഡ് ബൈ ജിടെക് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ. നമ്മുടെ ഭാവിയാണ്, സോ നോ കോംപ്രമൈസ്. ജിടെക് ഇൻ അസോസിയേഷൻ വിത്ത് മിൽമ, രുചിയേറും നിമിഷങ്ങൾ. ഇന്ത്യയുടെ അഭിമാന താരം വിനേഷ് ഫോഗട്ടിന്റെ പോരാട്ട വീര്യം അരങ്ങിലെത്തിച്ച് പെൺകൂട്ടം. കോഴിക്കോട് BHM സ്കൂളിന്റെ ഫൈറ്റർ എന്ന നാടകമാണ് പ്രമേയത്തിന്റെയും പ്രകടനത്തിന്റെയും കരുത്തുകൊണ്ട് കാണികളെ ത്രസിപ്പിച്ചത്. വിനേഷ് ഫോഗട്ടിൻ്റെ ഇഷ്യൂ ഒക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. വളരെ സങ്കടകരമായിട്ടുള്ള നമുക്ക് പ്രതിഷേധിക്കുക എന്നൊക്കെ പറയുന്നത് ഫേസ്ബുക്കിലൂടെയും നമ്മുടെ സോഷ്യൽ മീഡിയാസിൽ മാത്രമാണ്. അതല്ല, ഒരു കലാകാരന് സോഷ്യൽ മീഡിയൻ്റെ അപ്പുറത്തേക്ക് അയാൾക്ക് പ്രതിരോധിക്കാനുള്ള മാർഗ്ഗങ്ങൾ ഇഷ്ടംപോലെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ടൂളായിട്ടാണ് ഞാൻ നാടകത്തെ കാണുന്നത്. ജീവിതത്തിലാദ്യമായി നാടകം കളിക്കുന്ന ഒരു സംഘം സബ് ജില്ലയിൽ നിന്ന് തുടങ്ങി സംസ്ഥാന തലത്തിൽ ടാഗോറിലെ വേദിയിലെത്തിയപ്പോൾ രാഗിമിനിക്കിയ ആ നാടകത്തിന് വല്ലാത്ത തിളക്കവും കരുത്തും. പറയാനും പ്രതിഷേധിക്കാനുമുള്ള ഇടങ്ങൾ ചുരുങ്ങുന്ന ഈ കാലത്ത് അവർ ഉറക്കെ പറഞ്ഞു വച്ചത് പ്രതിരോധത്തിൻ്റെ കഥയാണ്. ബാല്യം മുതൽ നേരിടുന്ന അവഗണനകളെയൊക്കെ അതിജീവിച്ച് ലോക പോരാട്ടവേദിയുടെ തലപ്പൊക്കത്തിൽ നിൽക്കുമ്പോൾ 100 ഗ്രാമിന് മുന്നിൽ വീണുടയുന്ന സ്വപ്നങ്ങളുടെ കഥ. നിറഞ്ഞ കയ്യടിയോടെയാണ് ടാഗോർ തിയേറ്ററിൽ തിങ്ങി നിറഞ്ഞ കാണികൾ ഫൈറ്റർ എന്ന നാടകത്തെ വരവേറ്റത്. പരിശോധനയുടെ ഫലം അനുസരിച്ച് നിശ്ചയിച്ച തൂക്കത്തിലും 100 ഗ്രാം കൂടുതൽ ഉള്ളതിനാൽ ചിന്നയെ മത്സരത്തിൽ നിന്നും അയോഗ്യയായി പ്രഖ്യാപിച്ചിരിക്കുന്നു.
ആയതിനാൽ ഇപ്പോൾ കഴിഞ്ഞ 50 കിലോഗ്രാം മത്സരം റദ്ദു ചെയ്തിരിക്കുന്നു. പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ച +1കാരി അശ്വത് കൃഷ്ണയ്ക്ക് നാടകം കഴിഞ്ഞപ്പോൾ ഒരു പോരാട്ടം കഴിഞ്ഞ ക്ഷീണമുണ്ട്. പ്രാക്ടീസിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് കുറേ ആൾക്കാർക്ക് ഫിസിക്കലി കുറേ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എനിക്ക് തന്നെ ഞാൻ BP ഒക്കെ കുറഞ്ഞ് ഫുള്ളും സീനായിരുന്നു. എന്നാലും സാറിന് വേണ്ടിയിട്ടും നമുക്ക് നമ്മുടെ ടീമിന് വേണ്ടിയിട്ടും ഞാൻ BP ഒന്നും നോക്കിയില്ല, പവറായി. ഹൃദയങ്ങൾ കീഴടക്കിയാണ് കോഴിക്കോട് നിന്നുള്ള ഈ പെൺപട തലസ്ഥാനം വിടുന്നത്. ക്യാമറമാൻ അരുൺ പാലോടിനൊപ്പം S. ലല്ലു, ന്യൂസ് 18. കലോത്സവത്തിലെ പോയിന്റ് നില നോക്കാം. കണ്ണൂർ 371, തൃശൂർ 368, കോഴിക്കോട് 368, പാലക്കാട് 364, എറണാകുളം 350 പോയിന്റുമായി 5ാം സ്ഥാനത്താണ്. അനന്തകല കേരള സ്കൂൾ കലോത്സവം പവർഡ് ബൈ GTech കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ. നമ്മുടെ ഭാവിയാണ്, സോ നോ കോംപ്രമൈസ്. GTech ഇൻ അസോസിയേഷൻ വിത്ത് മിൽമ, രുചിയേറും നിമിഷങ്ങൾ. സകലമാന കേരളം പൂർണ്ണമാകുന്നു. നമസ്കാരം.